നാർസിസവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നേരിടുന്ന അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു അബ്യൂസ് നേരിടേണ്ടി വരുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഡീൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരിക്കും സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ വാലിഡേറ്റ് ചെയ്യാനോ എനിക്ക് കഴിവുകളുണ്ടെന്നോ എനിക്ക് മൂല്യം ഉണ്ടെന്നോ സ്വയം വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം തന്നെ അംഗീകരിക്കാനോ ഉള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവരും നേരിടുന്ന ഒരു കാര്യമായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രശ്നത്തിനെ മാത്രമായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെപ്പറ്റി സംസാരിക്കാതെ ഈ ഒരു കാര്യത്തിനെ പറ്റി മാത്രമായിട്ട് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ പുറമെ ഒരാളോടോ സംസാരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് നാർസിസം എന്താണെന്നറിയില്ല, ഈ വ്യക്തി നമ്മളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. നമ്മൾ പറയുകയാണെങ്കിൽ മിക്കപ്പോഴും നമ്മളുടെ കുറവുകളെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. എനിക്ക് അത്രയും കഴിവില്ല, എനിക്ക് അത്രയും പ്രാപ്തിയില്ല, എനിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. നാർസിസത്തിനെ പറ്റിയിട്ട് അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ആംഗിളിലൂടെ ചിന്തിക്കാനും ഈ വ്യക്തിയായിരുന്നു ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിൽ എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്തൊരു സന്ദർഭത്തിൽ നമുക്കൊരിക്കലും അത് തിരിച്ചറിയാൻ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാറുമില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ, ഇതെങ്ങനെ ഞാൻ ഇത്രയും കാലം അറിയാതെ പോയത്, ഞാൻ ഇത്രയും കാലം ഈ വ്യക്തിയാണ് എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ, അതെന്താ അങ്ങനെ ഉണ്ടായതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഒരു പ്രശ്നം നേരിടുന്നു, നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലാതാവുന്നു, നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു, നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമ്മുടെ കുഴപ്പമാണ് എന്ന്. എന്നിട്ടും ഈ ഒരു വ്യക്തിയാണ് അതിന് പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഇന്ന് നമുക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ വിഷയത്തിനെ പറ്റി. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പാറ്റേൺസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതും അതെങ്ങനെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും നമ്മളുടെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നും ഒട്ടും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ നമുക്ക് സാധിക്കാറില്ല. കാരണം ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമ്മളുടെ കൾച്ചറിൽ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ്. ആ ഒരു കാര്യത്തിൽ ആ ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിലാണ് സോഷ്യൽ മീഡിയയിൽ ബോധിയുടെ എല്ലാ വീഡിയോസും എല്ലാ കണ്ടൻറ്റും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മളുടെ സെൽഫ് എസ്റ്റീമിലുള്ള അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിലുള്ള ആ ഒരു സെൽഫ് വർത്തിലുള്ള കുറവിൻ്റെ യഥാർത്ഥ റീസൺ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്? ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മളിൽ ആരോപിക്കുന്ന പ്രശ്നങ്ങൾ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ന സ്റ്റാൻഡേർഡ് നീ നേടിയേ പറ്റുള്ളൂ, അത് നേടാത്തത് നിൻ്റെ പ്രോബ്ലമാണ് എന്ന് പറയുമ്പോൾ നമ്മളത് സത്യമാണ് എന്ന് വിശ്വസിക്കും. കാരണം സമൂഹത്തിൽ പൊതുവേ അത്തരം ധാരണകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്കതിൽ നിന്നും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്നത് ശരിയല്ലേ എന്ന്. ഉദാഹരണത്തിന്, നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് പറയാണ്, കണ്ടോ ഇതിങ്ങനെ ആയത് നിൻ്റെ പ്രോബ്ലമാണ് എന്ന്. ഈ ചൂണ്ടിക്കാണിച്ച് പറയുമ്പം ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. കാരണം ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്താണെന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഈ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഒരു കാര്യത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ കാര്യം ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ തിരിഞ്ഞ് ഇത് പറയുന്ന ആളെ ശ്രദ്ധിക്കുന്നില്ല. ഇത് പറയുന്ന ആളെ ശ്രദ്ധിക്കുക എന്നുള്ളത് ആരും അത്ര പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല അല്ലേ. നമ്മളെപ്പോഴും സാധാരണ മനുഷ്യരൊക്കെ തന്നെ ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യത്തിലേക്ക് തന്നെയായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. ഇയാൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ എന്ന് സാധാരണ മനുഷ്യരാരും ചിന്തിക്കില്ല. ഇപ്പോൾ പക്ഷെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ചെയ്യാറില്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് എന്താ പറയുക, എന്നോട് നിങ്ങൾക്ക് യാതൊരു സ്നേഹവും ഇല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ എന്നെ ഒട്ടും പരിഗണന എനിക്ക് തരുന്നില്ല, നിങ്ങൾ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എന്നെ ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യമാണ് കാണുക. ശരിയാണല്ലോ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ സ്നേഹം പ്രകടിപ്പിക്കാത്തത് സമൂഹത്തിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. മിക്ക ഭർത്താക്കന്മാരും അങ്ങനെ സ്നേഹം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. ശരിയാണല്ലോ, അപ്പോൾ മേ ബി ഞാനും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള കുറവുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ അത്ര കഴിവുള്ളൊരു വ്യക്തിയല്ല,
നീ വെറുതെ വീട്ടിലിരിക്കുകയാണ്, നീ ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതും, നീ ജോലിക്ക് പോകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ, ഞാൻ വരുമാനമൊന്നും ഇല്ലാത്തൊരു ഹൗസ് വൈഫാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ജോലിക്ക് പോയാലാണ് ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക. രണ്ടുപേരും ജോലിക്ക് പോകണം എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിയായിരിക്കും, എൻ്റെ കുഴപ്പമായിരിക്കും. ഇനി നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പാരൻറ്റ് പറയാണ്, നീ ഒട്ടും പഠിക്കുന്നില്ല, നീ എന്താ ഇങ്ങനെ പഠിക്കാതെ നടന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ, ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ മാർക്കൊക്കെ കുറവാണ്, ഞാൻ പഠിക്കാത്ത തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ കോമൺ ആയിട്ട് ബാഡാണ്, അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ കാര്യം വിശ്വസിക്കാനാണ് നമുക്ക് തോന്നുക. കാരണം പൊതുവിൽ നമ്മളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ട്. ഇതിന് വളരെ വിയേർഡായിട്ട് ഈ വ്യക്തി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇയാളെന്തെങ്ങനെ പറഞ്ഞു എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ തോന്നി ശരിയാണല്ലോ എന്നാണ് നമുക്ക് ആദ്യം തോന്നുക, അല്ലേ? സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മളിൽ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും പലപ്പോഴും സമൂഹത്തിൽ പല പല നെറേറ്റീവ്സിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തന്നെ ആവണമെന്നില്ല. പൊതുവിൽ തന്നെ സമൂഹത്തിൽ ഇപ്പോൾ പഠിക്കാത്തൊരു കുട്ടിയെ പറ്റി പറയുന്നത്, സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളെ പറ്റി പറയുന്നത്, വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളെ പറ്റി പറയുന്നത്, ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരാളെ പറ്റി പറയുന്നത്, വീട് വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കാത്ത ഒരാളെ പറ്റി പറയുന്നതൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ചില തീംസാണ്. സോ ഈ പറയുന്ന കണ്ടൻറ്റ് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ പറയുന്നത് ശരിയായിരിക്കും എന്ന്. രണ്ടാമതായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാത്തത്, ഈ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് എൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണത് നമ്മളവിടെ എൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്? കാരണം നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവാലിഡേഷൻ ആണല്ലേ. എന്താണ് ഇൻവാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ തെറ്റാണ്, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകളാണ്, അല്ലേ? നമ്മളെ നിരന്തരം മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഇൻവാലിഡേഷനാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, അപ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റ് എന്ന് നമ്മൾ നിരന്തരം വിചാരിക്കും, അല്ലേ? ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് സെൽഫായിട്ടൊരു ജഡ്ജ്മെൻ്റ് ഉള്ള ഒരു കാര്യം കൂടി ആയിരിക്കാം. ഉദാഹരണത്തിന് എനിക്ക് പഠിക്കാനൊന്നും അത്ര കഴിവില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര ആളുകളുമായിട്ട് അത്ര ഓപ്പണായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടാണ്, ഞാൻ അത്രയ്ക്കധികം ഒബ്സസ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്ന ആളൊന്നല്ല, സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നാലും പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്, അതെൻ്റെ തെറ്റല്ലേ, ഞാനല്ലേ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇങ്ങനെയുള്ള രീതിയിൽ പൊതുവിൽ തന്നെ നമ്മളെപ്പറ്റി തന്നെ ചെറിയതായിട്ടാണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഈ ഊതി വീർപ്പിച്ച് നമ്മൾക്ക് നിരന്തരം ഇൻവാലിഡേഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ശരിയാണ്, അതെൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും എങ്ങാനും നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനകത്തൊരു അപ്രീസിയേഷൻ കിട്ടുക. ഉദാഹരണത്തിന് നമുക്ക് പഠിക്കില്ല എന്നുള്ളതാണ് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലും നമുക്ക് ഇത്തിരി ഒന്ന് മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു അപ്രീസിയേഷൻ കിട്ടുക. ഇത്തിരിയെങ്കിലും നമ്മൾ അതിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്ക് അപ്രീസിയേഷൻ എന്തെങ്കിലും കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇൻവാലിഡേഷനാണ് നടക്കുക. ഈ ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്സിൽ ഇല്ലാത്തത്. ശരിയാണ്, നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ അച്ഛനമ്മമാരും കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയും, എല്ലാ അച്ഛനമ്മമാരും സാധനങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ വഴക്ക് പറയും, എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ ജഡ്ജ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും, അല്ലേ? കാരണം കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും അവരുടെ സ്വഭാവം മാറ്റിയെടുക്കാനൊക്കെ അച്ഛനമ്മമാർ എന്തായാലും കുറ്റപ്പെടുത്തലുകളൊക്കെ പറയും. എന്താണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസും അല്ലാത്ത പാരൻസും തമ്മിലുള്ള വ്യത്യാസം? നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആ പറയുക എന്നുള്ളത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അബ്യൂസ് ആയിട്ടായിരിക്കും പറയുന്നത്. ഈ പറയുന്നതിനകത്ത് നമുക്ക് നോ പറയാനോ അങ്ങനെയല്ല എൻ്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് അസേർട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ അതിനുമുള്ള ഒരു പണിഷ്മെൻറ്റും ഇൻവാലിഡേഷനും നമുക്ക് അവിടെ കിട്ടും. ഇതിനപ്പുറത്തുള്ളൊരു പോസിറ്റീവ് ഇൻട്രാക്ഷൻസോ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസോ അവിടെ ഇല്ല. പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തൽ, അതിൽ നിന്ന് മെച്ചപ്പെട്ടാൽ മാത്രം കിട്ടുന്ന ഒരു വാലിഡേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ റിലേഷൻഷിപ്പിന് ഡെപ്ത് വളരെ കുറവാണ്. അല്ലാതെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനും നോ പറയാനും അല്ലെങ്കിൽ അവരുടെ അടുത്ത് അല്ലാത്ത രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനും ഒന്നുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള മറ്റ് റിലേഷൻഷിപ്സിലാണെങ്കിൽ, നാർസിസ്റ്റിക് അല്ലാത്ത പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ കുറ്റപ്പെടുത്തലും അംഗീകരിക്കലും മാത്രമല്ല അതിനകത്തുള്ളതല്ലേ. ചിലപ്പോൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് രണ്ട് തറുതല പറയാനായിട്ട് ചിലപ്പോൾ ഉള്ള സ്പേസ് ഉണ്ടായേക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഇവനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് ആ പാരൻറ്റ് ചിലപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയേക്കാം.
ചിലപ്പോൾ ആ പാരൻറ്റ് മറ്റുള്ളവർ ഇവനെ കൊണ്ട് തോറ്റു, ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊരു സ്നേഹം ഉണ്ടായിരിക്കും, ഒരു എമ്പതി ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരു കരുതലുണ്ടായിരിക്കും അല്ലേ. ഇവിടെ പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവാലിഡേഷനും അത് നടത്തിയെടുക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസുമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൽ ഉണ്ടാവുക. അപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് തന്നെ അതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് എല്ലാ പാരൻസും ഇപ്പോൾ കുട്ടികളുടെ കുഴപ്പങ്ങൾ കണ്ടാൽ പറയില്ലേ, അതിനിപ്പോൾ ഈ കുട്ടി മാത്രം എന്തിനാണ് ഇതിങ്ങനെ ഇത്ര വലിയ ഊതി വീർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളും ആലോചിക്കും, ശരിയാണല്ലോ, എല്ലാ പാരൻസും പറയുമല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ കുഴപ്പം തന്നെയായിരിക്കും. കണ്ടില്ലേ, അപ്പോൾ പിന്നെയും നമ്മളെ ബ്ലെയിം ചെയ്യുന്നതിലേക്ക് പോകും അല്ലേ. കാരണം ഇവിടെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് മറ്റ് കാര്യങ്ങളാണ്. ഒട്ടും എമ്പതി ഇല്ല എന്നും കണ്ടീഷണലായി മാത്രം എന്നെ അളക്കുന്നു എന്നുള്ളതും അല്ലാതെ ഈ കണ്ടീഷൻസ് നേടിയെടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ വിലമതിക്കുകയുള്ളൂ. ആ കണ്ടീഷൻസ് നീ നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ എനിക്ക് വെറും കണ്ടംപ്റ്റാണ്, എനിക്ക് പുച്ഛമാണ്, എനിക്ക് നീ ഒന്നുമല്ല, നീ വെറും തൃണമാണ് എന്നുള്ള മനോഭാവം ഹെൽത്തിയർ ആയിട്ടുള്ള പാരൻസിലോ ഹെൽത്തിയർ ആയിട്ടുള്ള മനുഷ്യരിലോ ഉണ്ടാവില്ല. സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇനി അതല്ലാതെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഏത് ആൾക്കാരാണെങ്കിലും ഇതേ ഡൈനാമിക് നമുക്ക് കാണാൻ പറ്റും. അതായത് അവർ പറയുന്ന ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നൽകുന്ന ഒരു ആക്സെപ്റ്റൻസും, അതില്ല എന്നുണ്ടെങ്കിൽ വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള പുച്ഛവും പരിഹാസവും എന്നുള്ളത് മാത്രമായിരിക്കും ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇത് നമ്മുടെ കുഴപ്പമാണ് എന്നേ നമ്മൾ കരുതുള്ളൂ. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ സെൽഫ് ബ്ലെയിമിലേക്ക് പോകാനായിരിക്കും നമുക്ക് കൂടുതലും സാധ്യതയുള്ളത്. ഈ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മളതിനോട് കോപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മിക്കവാറും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സെൽഫിൽ നിന്നും പുറത്ത് കടന്നുകൊണ്ട് എങ്ങനെയും ഈ കണ്ടീഷൻസ് നേടിയെടുക്കണം, എങ്ങനെയും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ അത്യധ്വാനം ചെയ്തിട്ടാണ് നമ്മൾ ഇതിനോട് കോപ്പി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുടെ സെൽഫ് എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ സെൽഫിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ എൻ്റെ സെൽഫിന് ഇവിടെ നോ പറയാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടോ, എൻ്റെ സെൽഫിന് എൻ്റെ പ്രയോറിറ്റി എന്താണ്, എൻ്റെ സെൽഫിൻ്റെ വാല്യൂ സിസ്റ്റവുമായിട്ട് ഇത് ചേരുന്നുണ്ടോ എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഇല്ല, അത് പ്രകടിപ്പിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. സാധാരണ റിലേഷൻഷിപ്സിലും ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിലും അങ്ങനൊരു സ്പേസ് അവിടെ ഉണ്ട്. നോ പറയാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, എനിക്ക് പറ്റില്ല എന്ന് പറയാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, എൻ്റെ വാല്യൂ ഇതല്ല എന്ന് പറയാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതായിരിക്കാം, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റൊന്നാണ് എന്ന് പറയാനായിട്ടുള്ളൊരു സ്പേസ് മറ്റ് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്സിലുണ്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ അങ്ങനൊരു സ്പേസ് ഇല്ല. നമ്മുടെ സെൽഫിൽ നിന്നും വിട്ടുപോയി മുൻപിലുള്ള വ്യക്തിയുടെ കാര്യങ്ങളിലേക്കും ആ വ്യക്തിയുടെ കംഫർട്ടിലേക്കും ആ വ്യക്തി ഓക്കെ ആക്കുക എന്നുള്ളതിലേക്കും കടന്നാൽ മാത്രമേ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻവാലിഡേഷനും ഈ പറയുന്ന പുച്ഛവും പരിഹാസത്തിൽ നിന്നും ഒരു രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടീഷൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെൽഫിൽ നിന്നും വിട്ട് ഈ വ്യക്തിയുടെ നീഡ്സിലേക്കും ഈ വ്യക്തിയുടെ ഡിമാൻഡുകളിലേക്കും ഈ വ്യക്തിയുടെ കണ്ടീഷൻസിലേക്കും നമ്മളെ തന്നെ ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വല്ലപ്പോഴും ഒരു മരുഭൂമിയിൽ ഒരു മരിപ്പച്ച എന്ന് പറയുന്ന പോലെ തളർന്നിരിക്കുന്ന നമുക്ക് ഒരു തുള്ളി മഴവെള്ളം എന്ന് പറയുന്ന പോലെ ബ്രെഡ് ക്രംബിങ് ആയിട്ട് ഇച്ചിരി സ്നേഹമോ ഇത്തിരി അറ്റാച്ച്മെൻറ്റോ കുറച്ച് വാലിഡേഷനോ കുറച്ച് ആക്സെപ്റ്റൻസോ ഒക്കെ കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ ഈ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മഴത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മളതിനോട് വളരെ അറ്റാച്ച്ഡ് ആയിപ്പോവും. നമ്മളതിനോട് അങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ ഇനിയും ഞാൻ അങ്ങനെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ പിന്നെയും നമ്മളത് ചെയ്യുന്ന രീതിയിൽ നമ്മളവിടെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെടുമ്പോഴെല്ലാം തന്നെ അൺകോൺഷ്യസ്ലി നമ്മളുടെ ഫീലിംഗ് എന്താ? എൻ്റെ തെറ്റാണ്, എൻ്റെ കുറവാണ്, എൻ്റെ കുറവ് ഈ വ്യക്തി പറയുന്നത് ഞാൻ തിരുത്തട്ടെ, അങ്ങനെ തിരുത്തുമ്പോൾ ബെറ്റർ ആവുന്നുണ്ടല്ലോ എങ്കിൽ പിന്നെ ഇനിയും ഞാൻ തിരുത്തട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. ഒരു നിമിഷം പോലും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇതെൻ്റെ കുഴപ്പമല്ലല്ലോ, ഈ വ്യക്തിയുടെ ഡിമാൻഡുകൾക്ക് എന്തൊക്കെയോ പ്രശ്നമില്ലേ, ഈ വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻസിന് എന്തൊക്കെയോ പ്രശ്നമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നമ്മൾ അറിയാത്തത് അല്ലേ? നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യുന്നതിൻ്റെ റീസൺസൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വ്യക്തിയാണ് ഇതിന് പിന്നിൽ നിന്ന് നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് കുറച്ച് സംഭവങ്ങൾ അവിടെ കയറി വരുന്നത്. അതായത് അങ്ങനെ വരുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എപ്പോഴും ഇങ്ങനെ ദുഷ്ടയായി നിൽക്കുകയും നമുക്കിതുപോലെ കണ്ടീഷണലായിട്ട് മാത്രം വല്ലപ്പോഴും ബ്രെഡ് ക്രംബ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളല്ല. ഈ വ്യക്തി ഡബിൾ ഫേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരിടയ്ക്ക് നല്ലൊരു ഫേസ് കാണിക്കുന്നു. ഈ നല്ല ഫേസ് എന്നുള്ളത് സ്നേഹം നിറഞ്ഞ ഫേസ് തന്നെ ആവണം എന്നില്ല.
ഒരുപാട് വഴക്കുകളും ബഹളങ്ങൾക്കും ശേഷം മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ പോലും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ പോലും നമുക്കത് നല്ല ഫേസാണ്. മറ്റുള്ള ആൾക്കാർ ചോദിക്കും, ഇത് നല്ല ഫേസാണോ, ഇവരിപ്പോൾ ബഹളം ഉണ്ടാക്കുന്നില്ല, പക്ഷെ നമുക്ക് സ്നേഹമൊന്നും വരുന്നില്ലല്ലോ. പക്ഷേ ആ ഒരു അബ്യൂസിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തിക്ക് അത് നല്ല ഫേസാണ്, അത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ ടോർച്ചറാണ് അതിനകത്തുള്ളത്, അബ്യൂസാണ്, ബഹളമാണ്, വഴക്കാണ്. അതിന് പകരം ഈ വ്യക്തി ഒന്നും മിണ്ടുന്നില്ല, ബഹളം ഉണ്ടാക്കുന്നില്ല, ചിലപ്പോൾ സ്നേഹം കാണിക്കുന്നു, ചിലപ്പോൾ നല്ലതായിട്ട് പെരുമാറുന്നു, നമ്മൾക്ക് കുറച്ച് എമ്പതിയൊക്കെ തരുന്നു, കുറച്ച് ഈ വ്യക്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഈ ഒരു കാര്യം നമുക്ക് ഭയങ്കര ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തരുന്നത്. കാരണം നമ്മളുടെ റിയാലിറ്റി ഇവിടെ ഷിഫ്റ്റ് ആവുകയാണ്. ഇവിടെ നമ്മളുടെ റിയാലിറ്റി മാറി, ഓക്കെ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇതാക്കിയപ്പോൾ ഈ വ്യക്തി ഓക്കെ ആവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ശരി ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശരിയാണ്, ഈ വ്യക്തിക്ക് കുറച്ച് ദേഷ്യമുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വ്യക്തി എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, അവിടെ ഈ വ്യക്തി മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ, മേ ബി ദർ ഇസ് ഹോപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സ്വയം ഗ്യാസ് ലൈറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, ഈ വ്യക്തിയുടെ കുഴപ്പമാണെന്നല്ല നമ്മളവിടെ ചിന്തിക്കുന്നത്, അല്ലേ? കാര്യങ്ങൾ ബെറ്റർ ആകുന്നുണ്ടെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പ്രശ്നങ്ങൾ ഒഴിവാവുന്നുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടായിരിക്കും, സ്നേഹം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയിട്ടായിരിക്കും, എന്നെ തിരിച്ചറിയുന്നത് കൊണ്ടായിരിക്കും, എന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പിന്നെയും ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ എഗെയിൻ നമ്മൾ ഈ വ്യക്തിയാണ് ഇതിന് പിന്നിൽ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണല്ലേ. അടുത്തതായിട്ട് പലപ്പോഴും ഈ വ്യക്തിയാണ് അതിന് പിന്നിൽ നമ്മൾ തിരിച്ചറിയാത്തതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ മറ്റ് റിലേഷൻഷിപ്സിൽ എമ്പതി ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാത്തൊരു കാര്യമാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഈ ക്രിറ്റിസിസവും ഇൻവാലിഡേഷനും കുറ്റപ്പെടുത്തലുകളൊക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ട്. എല്ലാവരും അവനവൻ്റെ കാര്യം പറയുമ്പോൾ കുറേയൊക്കെ മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് തന്നെയാണ് സംസാരിക്കുക. പക്ഷേ അവിടെ ഒരു ബ്രേക്കുണ്ട്. ആ ബ്രേക്കിൻ്റെ പേരാണ് എമ്പതി. ആ വണ്ടി പോയിട്ട് വല്ല പാറക്കല്ലിലും അല്ലെങ്കിൽ വല്ല മരത്തിലും മതിലിലും പോയി ഇടിക്കാത്തത് ആ എമ്പതി എന്നുള്ള ബ്രേക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ്. എമ്പതി എന്നുള്ള ബ്രേക്ക് ഉള്ളതുകൊണ്ട് മുൻപിലത്തെ ആളെ സഫർ ചെയ്യുമ്പോൾ ഒരു ചേർത്ത് പിടിക്കലോ ഒരു ആശ്വാസവാക്കോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ പ്രശ്നമാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു അക്കൗണ്ടബിലിറ്റിയോ എന്തെങ്കിലും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വണ്ടി പോയിട്ട് മരത്തിലോ മതിലിലോ കല്ലിലോ ഒന്നും ഇടിക്കില്ല. കാരണം ആ എമ്പതി ഉള്ളതുകൊണ്ട് ഒന്ന് പിന്നിലേക്ക് വരിക എന്നുള്ളതുണ്ടായിരിക്കും. പക്ഷെ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലെ കുറ്റപ്പെടുത്തലുകൾക്കും അവഗണനകൾക്കും ഒക്കെ ആ എമ്പതി എന്നുള്ള ബ്രേക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ കോൺവെർസേഷൻ ഉണ്ടെങ്കിലും ഇത് പോയി മതിലിടിക്കും, പാറയിലിടിക്കും, മരത്തിലിടിക്കും. ഡാമേജാണ് ഉണ്ടാകുന്നത്. ആർക്കാണ്? നമുക്കാണ് ആ ഡാമേജ് മുഴുവൻ ഉണ്ടാകുന്നത്. വൈ? ആ എമ്പതി എന്നുള്ള ബ്രേക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ പറയും, ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആകെ പ്രശ്നമായി എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, എല്ലായിടത്തും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്, ഏത് ഫാമിലിയിലാണ് ഫുള്ളും സന്തോഷമുള്ളത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അച്ഛനമ്മമാരായി കഴിഞ്ഞാൽ മക്കളെയൊക്കെ ഇത്രയ്ക്ക് വഴക്കൊക്കെ പറയും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ മിസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇതാണ്, അവിടെ എമ്പതി എന്നുള്ളൊരു ബ്രേക്കുണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ കുറ്റപ്പെടുത്തലും ഓക്കെ ആക്കലും ഈ കണ്ടീഷനിങ്ങും ഈ ബ്രെഡ് ക്രംബിങ്ങും മാത്രമല്ല ഉള്ളത്. അവിടെ മറ്റ് ലെയേഴ്സും ഉണ്ടല്ലേ റിലേഷൻഷിപ്സിൽ, മറ്റ് കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇത് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇവിടെ അത്രയും ഇൻറ്റൻസിറ്റി അല്ല, ഇതിനേക്കാളും വളരെയധികം ഇൻറ്റൻസിറ്റിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് സാധാരണ മറ്റാളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതിൻ്റെ റീസൺ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എമ്പതി എന്നുള്ള ബ്രേക്ക് ഉണ്ട് എന്നും ഇവിടെ ആ ബ്രേക്ക് ഇല്ല എന്നുള്ളതും ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് വരുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടും നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രശ്നമാണ്, അല്ലാതെ ഈ വ്യക്തിയെ നമ്മൾ അവിടെ അപ്പോഴും കാണുന്നുണ്ടായിരിക്കില്ല. അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ ആ വ്യക്തിയെ കാണാത്തതിൻ്റെ റീസൺ അവിടെ വരുന്ന മാനിപ്പുലേഷനും ട്രയാങ്കുലേഷനുമാണ്. ഉദാഹരണത്തിന് പല ഇൻവാലിഡേഷനും ഈ വ്യക്തി ഡയറക്റ്റായിട്ട് പറയുന്നതായിരിക്കില്ല, പലതും ട്രയാങ്കുലേറ്റഡ് ആയിരിക്കും നമ്മളുടെ അടുത്ത് എത്തുന്നത്. ഉദാഹരണത്തിന് ഈ വ്യക്തി ഡയറക്റ്റായിട്ട് നമ്മളുടെ അടുത്ത് നീ മോശക്കാരനാണ് മോശക്കാരിയാണെന്ന് പറയില്ല. ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ അടുത്ത് എത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിനക്ക് ഭയങ്കര വണ്ണാണ് എന്ന് ഡയറക്റ്റ്ലി പറയുന്നതിന് പകരം നീ കുറച്ചും കൂടി മെലിയുവാണെങ്കിൽ കണ്ടോ ഈ ഡ്രസ്സൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നീ മറ്റാളെ കണ്ടോ അയാൾക്ക് ഇത്ര വണ്ണോ ഇല്ല, നിൻ്റെ അത്ര വണ്ണോ ഇല്ല കേട്ടോ അയാൾക്ക് എന്ന് പറയുമ്പോൾ വളരെ സട്ടിലായിട്ട് നമുക്ക് വണ്ണാണെന്നുള്ള രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്നത് വളഞ്ഞ രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ആ ഫീലിംഗ് നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഗുഡ് ഇനഫ് അല്ല, ഞാൻ പോരാ, ഞാൻ മോശക്കാരിയാണ് അല്ലെങ്കിൽ മോശക്കാരനാണ് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ വ്യക്തി ഡയറക്റ്റായിട്ടല്ല പറയുന്നത്, ഇച്ചിരി വളഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വളഞ്ഞിട്ട് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എന്താ പറയുക, വണ്ണം കുറയ്ക്കുന്നത് നല്ലതല്ലേ, ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ വണ്ണം കുറയ്ക്കണമെന്നൊക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മളതിനെ കണക്കാക്കുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഈ വ്യക്തി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ അവിടെ ഉണ്ടാവണം എന്നില്ല. ഇനി ചില സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻവാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതേപോലെ ഡയറക്റ്റ് അറ്റാക്കിലൂടെ അല്ലാതെ മറ്റ് ഫീലിങ്സ് ഉപയോഗിച്ചിട്ടും പറയാറുണ്ട്. ഗിൽട്ട് ഉപയോഗിക്കാം, ഗിൽട്ട് ട്രിപ്പിംഗ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ട് എൻ്റെ വിധി ഇങ്ങനെയാണല്ലോ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതാം. എങ്കിലും നമുക്കുണ്ടാവുന്നത് ഞാൻ അത്ര പോരാന്നുള്ള ഫീലിംഗ് തന്നെയാണല്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് നിൻ്റെ കുഴപ്പമാണ്, നിൻ്റെ പ്രശ്നമാണ് എന്ന് ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ വരുന്നത്, ഇച്ചിരി ഒന്ന് വളഞ്ഞ രീതിയിലുള്ള മാനിപ്പുലേഷൻസും ട്രയാങ്കുലേഷൻസും എല്ലാം തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മളെ പറ്റി തന്നെയുള്ളൊരു കുറവായിട്ടായിരിക്കും അവിടെ എടുക്കുക അല്ലേ. ഇനി ഇവിടെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ കൺമുമ്പിൽ വെച്ച് വേറൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും നമുക്ക് ഇൻവാലിഡേഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ മുൻപിൽ വെച്ച് വേറൊരാളെ പറ്റിയിട്ട് വളരെയധികം നല്ലതായി, ഓ ആ കുട്ടിയുണ്ടല്ലോ എത്ര നല്ല മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്നുള്ള രീതിയിൽ വേറൊരാളെ പറ്റി നമ്മളുടെ കുറവുകളായിട്ട് ഈ വ്യക്തി പല സന്ദർഭങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ വളരെയധികം മുൻപിലുള്ള ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുകയാണെന്ന് കരുതാം. നമുക്കറിയാം ഇത് നമ്മളെ ഉദ്ദേശിച്ചാണെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോഴും നമുക്കിത് തിരിച്ചറിയുമ്പോഴും ഓക്കെ നമുക്ക് മനസ്സിലാവും ഇതൊരു ടാക്ടിക്കാണെന്ന്. തിരിച്ചറിയാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇതെൻ്റെ കുറവാണ്, എൻ്റെ പ്രശ്നമാണ് എന്നത് തന്നെയാണല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മൾ മിസ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ് ഈ വ്യക്തിയുടെ നെറേറ്റീവ് എന്നുള്ളത്, ഈ വ്യക്തിയുടെ റിയാലിറ്റി എന്നുള്ളത് റിജിഡാണ്. നമ്മൾ എന്ത് ചെയ്താലും ഇത് മാറാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ റിയാലിറ്റി എങ്ങനെയാണോ ഫ്ലെക്സിബിൾ ആവുന്നത് അതുപോലെ ഈ വ്യക്തി നമ്മളുടെ കാര്യങ്ങളിൽ നിന്ന് സ്വന്തം നെറേറ്റീവ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വ്യക്തി നമ്മൾ ചെയ്യുന്നത് കാണും. ഉദാഹരണത്തിന് ഈ വ്യക്തിയുടെ അഭിപ്രായം, നമ്മൾ ഈ വ്യക്തിയെ ഫുള്ള് ഡിപ്പെൻഡ് ചെയ്യുവാണ്, നമ്മൾ ഈ വ്യക്തിയെ ഫുൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ശ്വാസം കഴിക്കുന്നത് പോലും എന്നാണ് ഈ വ്യക്തിയുടെ നെറേറ്റീവ് എന്ന് കരുതാം. നമ്മൾ വിചാരിക്കും നമ്മൾ പല കാര്യങ്ങളിലും അക്കൗണ്ടബിലിറ്റി എടുക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, പല കാര്യങ്ങളിലും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, പല കാര്യങ്ങളിലും നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. ഈ നെറേറ്റീവ് എന്തെങ്കിലും മാറുന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ മാറില്ല. കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ നെറേറ്റീവ്സ് എപ്പോഴും വളരെ റിജിഡാണ്. കാരണം അത് സെൽഫ് സെർവിങ് ആണ്, അവരുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നെറേറ്റീവ്സ് ആണത്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് എഫേർട്ടുകൾ വരികയോ ചെയ്യുമ്പോൾ ഈ നെറേറ്റീവ്സ് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് എന്താ? ഇത് മാറും, നമ്മളെ അംഗീകരിക്കും, മനസ്സിലാക്കും എന്നൊക്കെ തന്നെയായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു റിയാലിറ്റി അറിയാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയാണ് ഇതിന് പിന്നിലെന്നും ഇത് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു ഗെയിമാണെന്നും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. ഇത്തരം സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഇഴചേർന്ന് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിവിടെ നമ്മളുടെ കുഴപ്പമല്ല എന്നും ഈ വ്യക്തിയുടെ കുഴപ്പമാണ് എന്നും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനും എനിക്ക് സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാനും പറ്റാത്തത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് വർത്തും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്നത്. ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കി നിങ്ങളാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് തിരിച്ചറിയാത്തത്. കാരണം എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതിലൂടെ, നിങ്ങളാണ് പ്രശ്നമെന്ന് പറയുന്നതിലൂടെ മാത്രം സർവൈവ് ചെയ്യുന്ന ഈ വ്യക്തിയുടെ കുഴപ്പമാണിത് എന്ന് നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകുന്നതും ഇതുകൊണ്ടാണ്. ഈ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ഇത് കാണുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് പുറത്തു വരാനും ഈ ഒരു സെൽഫ് ബ്ലെയിമിൽ നിന്ന് പുറത്തു വരാനും, റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നില്ല, പക്ഷേ ആ സെൽഫ് ബ്ലെയിമിൽ നിന്ന് പുറത്തു വരാനും സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനും അതിൽ വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.